പ്രിയപ്പെട്ടവരെ, നമ്മുടെ CPM-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടി CPM-ൻ്റെ വോളണ്ടിയർമാരെ ഇറക്കാൻ വേണ്ടി 20 കോടി രൂപയാണ് നീക്കി വച്ചിരിക്കുന്നത്. 20 കോടി കേരള സംസ്ഥാനത്ത് 14 ജില്ലകളിൽ നീക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ഭരണാനുമതിയില്ലാതെ 7.5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു രാജ്യത്തും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഇതിന് സർവേ നടത്തി അവർ നോട്ടീസ് അടിക്കാനും സർക്കാർ ചെലവിലാണ് MLA-മാരൊക്കെ നിന്ന് ജയിക്കുന്നതും മറ്റുള്ളതൊക്കെ. ഇതൊക്കെ ഒരു ന്യായമല്ലാത്ത കാര്യമാണ്. ഇത് കോടതി ഇടപെടണം. സുപ്രീം കോടതി പോയിട്ട് കേരള ഹൈക്കോടതി ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ഇത് അനുവദിച്ചില്ലേ? അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ? ഇവർ എന്ത് ചെലവ് ചെയ്യുകയാണെങ്കിലും തെറ്റല്ല എന്ന് പറയണത്. ഇതുപോലെ തന്നെയല്ലേ സുപ്രീം കോടതിയിൽ ശബരിമല സ്ത്രീ പ്രവേശനം ഉണ്ടായ ശക്തമായി എതിർത്തില്ലേ എന്ന പോലെ ജനങ്ങൾ ശക്തമായി ഇതിനെ എതിർക്കണം. വീട് കയറി ഇറങ്ങുമ്പോൾ സർക്കാരിൻ്റെ കാശ് ഇറക്കിയിട്ട് ഇവർ ഈ നാടകങ്ങളൊന്നും പൊറോട്ട നാടകമൊന്നും നടത്തേണ്ട കാര്യമില്ല. ഇവരെന്ത് നേട്ടം ഉണ്ടാക്കിയത്? കേരള സംസ്ഥാനത്തെ കടത്തിൽ തള്ളിവിട്ടതോ? ഇവരുടെ നേട്ടം ഭരണം നടത്താൻ കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടി രൂപ കടമെടുത്തിട്ടാണ് പെൻഷൻ മറ്റുള്ളതൊക്കെ കൊടുക്കുന്നത്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ്. പിന്നെ നമ്മുടെ ഇപ്പോൾ കാന്തപുരം അവർക്ക് മുസ്ലിം സമുദായത്തിന് മുസ്ലിങ്ങളുടെ വോട്ട് കോൺഗ്രസ് പിടിച്ചാൽ അത് തെറ്റ്, CPM പിടിച്ചാൽ നല്ലത്. ഇപ്പോൾ കാന്തപുരത്തിൻ്റെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി യുനാനി കോളേജിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ പണമെടുത്ത് പെൻഷനും ശമ്പളം കൊടുക്കേണ്ട ഗതികേട് വന്നിരിക്കും. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരുത്തുന്ന പരിപാടിയാണ് ഇപ്പോൾ കേരള സർക്കാരും പിണറായി സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാത്തിനും ഒരു തിരിച്ചടി എന്ന് പറഞ്ഞ് UDF-ന് അധികാരത്തിൽ കൊണ്ടുവരിക എന്നാണ്. ഇത് അടിച്ചേൽപ്പിക്കുന്നത് കോൺഗ്രസ് വരുമ്പോൾ കോൺഗ്രസ്സിന് അധിക ഭാരം ചുമത്തുന്ന പരിപാടി. ഇനിയിപ്പോൾ LDF-ൻ്റെ വന്നോട്ടെ, ഇവർക്ക് എങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിയും? LDF വന്നാലും UDF വന്നാലും ആര് വന്നാലും ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവ് UDF-ൻ്റെ പേരെ അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തത്. പിന്നെ DA കുടിശ്ശിക 40% എന്തോ ഉണ്ട് പറഞ്ഞു. ആ DA കുടിശ്ശിക 40 എത്രയോ കോടിക്കണക്കിന് 10,000 കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന പദ്ധതിയാണ് ഒരു വർഷത്തിൽ. ആ DA കുടിശ്ശിക ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ തലേദിവസം വന്നിട്ട് ഇത് പ്രഖ്യാപിക്കുന്നത് വലിയൊരു നാണം കെട്ട പരിപാടിയാണ് CPM ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് തെറ്റായ കീഴ്വഴക്കമാണ്. ഇത് പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. ഇത് സർക്കാരിൻ്റെ ഖജനാവിലെ കാശെടുത്ത് സർവേ നടത്താനും അവർക്ക് വോട്ട് പിടിക്കാനും വേണ്ടി ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇനി പശ്ചിമ ബംഗാൾ പോലെ കേരളവും മാറ്റണമെന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ വികസനം നടത്തി 25-30 വർഷം ഭരിച്ച് പശ്ചിമ ബംഗാൾ ജോലിയും കൂലിയുമില്ലാതെ കേരളത്തിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ മമതാ ബാനർജി ഇപ്പോൾ അവിടെ പണിയൊക്കെ ഉണ്ട്, എല്ലാവർക്കും തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പശ്ചിമ ബംഗാളുകാർ അവിടെ നിന്ന് കംപ്ലീറ്റും CPM-നെ ആട്ടി ഓടിച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിൽ അത് സംഭവിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് കേരളത്തിൽ UDF ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 120 സീറ്റ് കേരളത്തിൽ VD സദസ്യനും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടിയും എല്ലാ ഘടകകക്ഷികളുടെയും നേതൃത്വത്തിൽ വരുമെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ R. ശങ്കരനാരായണൻ പറഞ്ഞു. ഇത് ചാനൽ കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ തിരുത്തമ്പാടം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിപാടി മാർച്ച് 31 മാറ്റിയിട്ടുണ്ട്. അത് പ്രത്യേക സാഹചര്യങ്ങളാൽ മൈക്ക് പെർമിഷൻ മറ്റും ബന്ധപ്പെട്ട് SSLC-കാരുടെ കുട്ടികളുടെയും മറ്റുള്ള കാര്യം ആയതുകൊണ്ടാണ് സമയം മാറ്റിയിരിക്കുന്നത്. അതിന് എല്ലാവരും സഹകരിക്കണം. അതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചിട്ടൊന്നുമില്ല. മാർച്ച് 31 പരിപാടി നടത്തുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.